ഈ മുനിസിപ്പാലിറ്റിയിൽ സാങ്കേതികമായി ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി രാജ്യത്ത് നിലവിലിരിക്കുന്ന മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന പേരുകൾ സർക്കാർ കെട്ടിടങ്ങൾക്ക് നൽകരുത് എന്ന മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ RSS നടത്തുന്ന BJP നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ജനരോഷമാണ് പാലക്കാട് കാണുന്നത്. ആ ജനരോഷത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ന്റെ കൗൺസിലർമാരും അവിടെ നേതൃത്വം നൽകുകയാണ്. പാലക്കാട് നഗരസഭയ്ക്കകത്ത് നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ, സ്വജനപക്ഷപാതം തുടങ്ങി അവിടുത്തെ വികസന രാഹിത്യം തുടങ്ങി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താതെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താതെ ഇതുപോലെ വർഗീയ വിഭജനത്തെ വേണ്ടിയുള്ള മാർഗങ്ങളിലൂടെ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് നഗരസഭ ഭരിക്കുന്ന BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ ജനരോഷം പാലക്കാട് നഗരസഭയ്ക്കകത്തുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ രാജ്യത്തിന്റെ ഐക്യത്തിനോ വേണ്ടി യാതൊരു സംഭാവനയും നൽകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാനും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുന്ന യുവാക്കളെ പിന്തിരിപ്പിക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കാനും നേതൃത്വം നൽകിയ ഒരാളുടെ പേര് സർക്കാർ കെട്ടിടത്തിൽ നൽകുക എന്ന പരിപാടി അതൊരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഏതറ്റം വരെ പോയിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുൻപും പല ഉത്സവങ്ങളിലടക്കം ഇതുപോലെ ഓരോ പാർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളുടെ പേര് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട പാട്ട് പാടുക അതൊക്കെ തന്നെ വിവാദമായിരുന്നതാണ്. മുൻപും ഇതുപോലെ ഈ RSS നേതാവിൻ്റെ പ്ലക്കാർഡുകൾ മറ്റും ഉയർത്തിയതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വിവാദങ്ങളുണ്ടായി. എന്നിട്ടുമാണ് പിന്നെയും ഇപ്പോഴും അവർ തർപ്പിച്ചു പറയുന്ന ഒരു കാര്യം ഈ പേരുമായിട്ട് തന്നെ മുന്നോട്ട് പോകും, ആ കെട്ടിടത്തിന് ആ പേര് തന്നെ നൽകുമെന്നാണ്. ഇത്രയും വിവാദമായിട്ടും അല്ല, അത് അവർ മുന്നോട്ട് പോകട്ടെ. ഇതൊരു CSR ഫണ്ട്, ഓഷ്യാനസ് ഗ്രൂപ്പിന്റെ CSR ഫണ്ടുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഒരു സർക്കാർ കെട്ടിടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള ജനരോഷത്തിന് ജനാധിപത്യപരമായ ജനകീയ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും ചെയ്യാനുള്ളത്. ആ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെയും ഇതിനെ നേരിടാൻ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് U-ടേൺ അടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാരാണല്ലോ. കാർഷിക നിയമം കൊണ്ടുവന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് വലിയ തോതിൽ പ്രഖ്യാപിക്കുകയും അവസാനം U-ടേൺ അടിക്കുകയും ചെയ്യേണ്ടി വന്നത് നരേന്ദ്രമോദിക്കാണല്ലോ. NRC രാജ്യം മുഴുവൻ നടപ്പിലാക്കുമെന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രസംഗിച്ചിരുന്ന അമിത്ഷാ പിന്നീട് U-ടേൺ അടിച്ച് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ U-ടേൺ പാർട്ടിക്കാരാണ് അവർ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ U-ടേൺ അടിക്കേണ്ടി വരും. വലിയ തോതിലുള്ള ജനരോഷത്തെ BJP നേരിടേണ്ടി വരും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.